മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. യൂത്ത് കോൺഗ്രസിന്റെ 10ഓളം ആളുകള് AI സമ്മിറ്റില് വലിയ രീതിയിൽ ടീഷർട്ടൊക്കെ ഊരിക്കൊണ്ടൊരു പ്രതിഷേധം നടത്തിയിരിക്കുന്നു. ഈ പ്രതിഷേധം നടത്തിയ സകല എണ്ണത്തിനെയും നരിവട്ടം അടിച്ച് അവിടെയുള്ള ആളുകൾ ശരിയാക്കി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ടീഷർട്ട് ഊരിയിട്ടുള്ള ശരീരത്തിന് ആളുകൾ അങ്ങ് എടുത്തിട്ട് അലക്കി യൂത്ത് കോൺഗ്രസ്സുകാര് തല്ലുകൊണ്ട് ഓടി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഈ ടീഷർട്ട് പൊക്കിപ്പിടിച്ച് വന്നതിനെ പോലും നമ്മുടെ കേരളത്തിലെ കുറെ പ്രമുഖ മാധ്യമങ്ങളിലെ അവതാരകര് വലിയ രീതിയിൽ രംഗത്തെത്തിയിട്ട് പറയുന്നു, അത് ജനാധിപത്യമാണ്, മണ്ണ കട്ടയാ ജനാധിപത്യവും. നമ്മുടെ രാജ്യത്തെ തന്നെ അല്ലേ യൂത്ത് കോൺഗ്രസ്സുകാർ AI സമ്മിറ്റിൽ വെച്ച് അപമാനിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നെറികെട്ടവന്മാരെ അവിടേക്ക് കയറ്റുക പോലും ചെയ്യരുതായിരുന്നു. ഒരിക്കലും ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഈ രാജ്യത്തെ ഇങ്ങനെ അപമാനിക്കാൻ ഇവന്മാര് രംഗത്ത് വരുമെന്നുള്ളത്. 100-ലധികം രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്ത, ലോക നേതാക്കൾ പങ്കെടുത്ത AI സമ്മിറ്റില് നമ്മുടെ രാജ്യത്തെ മനഃപൂർവ്വം അപമാനിക്കാന് ടീഷർട്ട് മൂരിക്കൊണ്ട് വലിയ പ്രതിഷേധം കേന്ദ്ര ഗവൺമെന്റിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ. ഇത്തരം നെറികെട്ടവന്മാരെ ഈ നാടിന് തന്നെ അപകട. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നിരയിൽ തന്നെ വിവേകമുള്ള ആളുകൾ രംഗത്തെത്തി. RJDയുടെ നേതാവ് രംഗത്തെത്തിയിട്ട് വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുന്നു, BJPക്കെതിരെ പ്രതിഷേധം നടത്തണം, അതിലൊരു തർക്കമില്ല. പക്ഷെ BJPക്കെതിരെ പ്രതിഷേധം നടത്തേണ്ടത് ആ വേദിയിൽ വെച്ചല്ല. ആരാ പറയുന്നത്? RJDയുടെ നേതാവ്. RJDയുടെ, അതായത് രാഹുൽ ഗാന്ധിക്കൊപ്പം തോളോട് തോള് ചേർന്ന് ബീഹാർ ഇലക്ഷനിൽ മുന്നോട്ട് പോയ RJD വ്യക്തമായിട്ട് പറയുന്നു, ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട സഖ്യകക്ഷി വ്യക്തമായിട്ട് പറയാണ്, ഇത് നെറികേടാണ് ചെയ്തിട്ടുള്ളത്, ഇത് ചെയ്യേണ്ട വേദി അതല്ലായിരുന്നു. അത് തന്നെയല്ലേ ബോധമുള്ള ഈ രാജ്യത്തെ സകല പൗരന്മാരും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇതിന് മറുപടിയായിട്ട് BJP AI ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നുകൊണ്ട് AICCയുടെ ആസ്ഥാനത്തേക്ക് ഈ ചെറിയ വടി കൊടുത്ത് വലിയ വടി വാങ്ങല് പപ്പു ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതൃത്വം കൊടുക്കുന്ന കാലം മുതൽ കോൺഗ്രസ് തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എന്ന് കോൺഗ്രസിന്റെ നേതൃത്വം കൊടുക്കൽ തുടങ്ങിയോ അന്ന് മുതൽ ഈ രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ വടി ഇട്ട് കൊടുക്കുക, വലിയ വടി വാങ്ങുക. രാഹുൽ ഗാന്ധിയെ മുംബൈയിൽ വലിയ രീതിയിൽ കരിക്കൊടി കാണിച്ചിരിക്കുന്നു. ഈ മുംബൈ നിരവധി സ്ഥലങ്ങളിൽ BJP ഇതൊരു BJP പാർട്ടി എന്നതിലപ്പുറം രാജ്യത്തെ ജനവികാരം കോൺഗ്രസിനെതിരായിരിക്കുന്നു. RJD നേതാവ് അതാണ് പറയുന്നത്. ഇത് യഥാർത്ഥത്തില് ഒരു വലിയ രീതിയിൽ കോൺഗ്രസിനെതിരെ, പ്രതിപക്ഷത്തിനെതിരെ ജനവികാരം ഇളകൂ. ഇത് നെറികേടാണ് കോൺഗ്രസ് ചെയ്തത് എന്ന്. ഇത് യഥാർത്ഥത്തിൽ രാജ്യദ്രോഹമാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ ആളുകൾ ചെയ്തിട്ടുള്ളത്. ഒരു തർക്കമില്ലാത്ത വിഷയം. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI സമ്മിറ്റ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഫ്രാൻസിലെ പ്രസിഡന്റ് മുതൽ ബ്രസീലിയൻ പ്രസിഡന്റ് മുതൽ അബുദാബി കിരീടാവകാശകര്, ലോകം മൊത്തമുള്ള പ്രധാനപ്പെട്ട ലോക നേതാക്കന്മാര് പങ്കെടുക്കുന്ന, അതിന് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സമ്മിറ്റിലെ നമ്മുടെ രാജ്യത്തെ അല്ലേ ഈ നെറികെട്ട കോൺഗ്രസ് അപമാനിച്ചിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് ഏതെങ്കിലും തരത്തില് ആളുകൾ പിന്തുണച്ചിരുന്നെങ്കിൽ ആ പിന്തുണ സകലതും സ്ലോട്ടിൽ പിൻവലിക്കുന്ന തരത്തിലുള്ള ഒരു നെറികേടാണ് ഇന്ന് രാജ്യത്ത് യൂത്ത് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. അങ്ങേയറ്റത്തെ നെറികേട്. ഓരോ ആളുകളും മനസ്സിലാക്കണം, ഇതുപോലെയുള്ള നിരവധി സമ്മിറ്റുകളിലൂടെ, ഇതുപോലെയുള്ള നിരവധി പ്രോഗ്രാമുകളിലൂടെയാണ് നമ്മുടെ രാജ്യത്ത് ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. ഈ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഇതുപോലെ ഉച്ചകോടികൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്ത് ഇത്തരം ഉച്ചകോടികൾ ഉണ്ടായിട്ടില്ല. G20 പോലും നേതൃത്വം കൊടുത്ത് നമ്മൾ കണ്ടത് നരേന്ദ്രമോദി. ലോകം മൊത്തം നരേന്ദ്രമോദിക്ക് പിന്നിൽ അണിനിരന്ന, അത് രാജ്ഘട്ടിലേക്ക്, ഗാന്ധിയുടെ അടുത്തേക്ക് നടന്നു പോകുന്ന, അങ്ങനെ എത്ര സുന്ദരമായ നിമിഷങ്ങൾ ഈ രാജ്യം ഉറ്റുനോക്കിയിട്ടുണ്ട്. ലോക നേതാക്കള് നമ്മുടെ രാജ്യത്ത് ഡൽഹിയിൽ പങ്കെടുക്കുന്ന ഓരോ ഉച്ചകോടിയും, ഈ ഉച്ചകോടിയിലൂടെയൊക്കെ തന്നെ രാജ്യത്തിന് വലിയ റിസൾട്ടാ. നമ്മൾ പ്രത്യേകം ഓർക്കണം, ഈ 2014 വരെ, ഞാനൊരു ഉദാഹരണം മാത്രമാണ് പറയുന്നത്, 1-2 ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കാം. നമ്മുടെ റെയിൽവേ എന്ന് പറയുന്നത് സഞ്ചരിക്കുന്ന ടോയ്ലറ്റ് ആയിരുന്നു. നമ്മുടെ ട്രാക്കുകള്
നമ്മൾ റെയിൽവേ ട്രാക്കുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ വേസ്റ്റ് ആയിരുന്നു നിരന്തരം. ഏതൊരു ട്രാക്കില് ഒരു ചായ പോലും ഒരു സ്റ്റേഷനിൽ നിന്ന് കുടിക്കാൻ സാധിക്കൂലായിരുന്നു. ഇന്നത് മാറിയില്ലേ? ഈ മാറ്റം ഇന്ന് രാജ്യത്തെ ഏതൊരു റെയിൽവേ ട്രാക്ക് എടുത്തു നോക്കിയാലും മനുഷ്യ വേസ്റ്റ് ഇല്ല. ഇന്ന് ഒരു ട്രെയിനിൽ നിന്ന് നേരെ ട്രാക്കിലേക്ക് മനുഷ്യ വേസ്റ്റ് വികുന്ന ഒരു സംവിധാനമല്ല. അതൊക്കെ തന്നെ ക്ലീൻ ആയിരിക്കുന്നു. സഞ്ചരിക്കുന്ന ടോയ്ലറ്റുകൾ എന്ന് നമ്മുടെ ട്രെയിനുകളെ വിദേശികൾ വിളിച്ചതിൽ നിന്ന് മാറിയിട്ട് ഇന്ന് ലോകത്തെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ട്രെയിനുകൾ നമ്മുടെ രാജ്യത്ത് എന്ന് വിദേശികൾ പോലും ബ്രിട്ടീഷുകാർ പോലും വിളിച്ചു പറയുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യം വളരുന്നത് ഇത്തരത്തിലുള്ള ഉച്ചകോടികളിലൂടെ വലിയ വലിയ കമ്പനികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് സമ്മിറ്റ് നടത്തി വലിയ വലിയ ആളുകളെ നമ്മൾ നിരന്തരം നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഡെവലപ്മെന്റ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും രാഹുൽ ഗാന്ധി ഈ പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് മനുഷ്യവേസ്റ്റ് വീഴായിരുന്നു. ഈ റെയിൽവേ ട്രാക്കുകൾ രാജ്യത്തുടനീളം അതില്ലാതെയായി. ബാങ്ക് അക്കൗണ്ടുകൾ ഓരോ ആളുകളും ചിന്തിക്കേണ്ടത് 50% ആളുകൾക്ക് 2014 വരെ രാജ്യത്ത് ബാങ്ക് അക്കൗണ്ടുകളില്ല. അതും വളരെ വലിയ രീതിയിൽ തന്ത്രപരമായി എന്ന് തന്നെ പറയണോ. രാജ്യത്തെ ഇന്ന് 90%, 99% ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ വന്നു. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് രാജ്യത്തെ കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ പ്രധാനമന്ത്രി ലോകത്തിന്റെ നെറുകയിലേക്ക് പുരോഗതിയിലേക്ക് രാജ്യത്തെ വളർത്തുമ്പോ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിട്ട് നെറുകേടല്ല ചെയ്തത്. 100-ലധികം രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ലോക നേതാക്കന്മാരിയ്ക്കുന്ന ഒരു വേദിയിലേക്ക് എത്തിയിട്ട് യൂത്ത് കോൺഗ്രസ് അവരുടെ തന്തയില്ലായ്മ കാണിച്ചു എന്നല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇത് ബോധമുള്ള സകല മലയാളികളും ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതാ. സകല മലയാളികളും ഗൗരവത്തിൽ തിരിച്ചറിയണോ. കോൺഗ്രസ് ഈ രാജ്യത്തെ അപമാനിക്കുക, കോൺഗ്രസ് ഈ രാജ്യത്തെ നശിപ്പിക്കുക, കോൺഗ്രസ് ഈ രാജ്യത്തെ നെറുകേടാണ് ഈ രാജ്യത്തിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സകല മലയാളികളും മനസ്സിലാക്കേണ്ടതാ. കോൺഗ്രസ് ഈ രാജ്യത്തെ തന്നെ കീറി മുറിക്കുക, ഈ രാജ്യത്തെ തന്നെ അപമാനിക്കുക, ഈ രാജ്യത്തെ തന്നെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രം കോൺഗ്രസിന്റെ ലക്ഷ്യം. അല്ലെങ്കിൽ വിവേകമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ലാതെ നിഷ്പക്ഷമായുള്ള വലിയ സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട്. ഏതൊരാളോടും പോയിട്ട് ചോദിക്കണം, ഈ പറയുന്ന ഉച്ചകോടിയില് 100-ലധികം രാജ്യങ്ങളിലെ ലോക നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു പ്രതിഷേധം നടത്തുന്നത് അത് രാജ്യത്തെ അപമാനിക്കുന്നതല്ലേ എന്ന് ചോദിച്ചാൽ വിവേകമുള്ള സകല മനുഷ്യരും പറയും അതേതു പാർട്ടി ചെയ്താലും ഈ രാജ്യത്തോട് ചെയ്ത നെറുകേടാണ് എന്ന്. ഈ ഡൽഹിയെ നമ്മുടെ രാജ്യത്തെ പോലും ഈ പറയുന്ന കേരളത്തെ പോലെ ആക്കാനാണോ ശ്രമിക്കുന്നത്? കേരളത്തിൽ ഒരു വ്യവസായി വരില്ല, ഒരു സംരംഭകരും കേരളത്തിലേക്ക് വരില്ല. കാരണം അവരൊക്കെ തന്നെ കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഓടും. അതേസമയം കേരളത്തിൽ വരൂല. എന്തുകൊണ്ടാ? ഈ മാർച്ച് എവിടെ നോക്കിയാലും പ്രതിഷേധവും മാർച്ചും പ്രശ്നങ്ങളുമായിട്ടല്ലേ. കേരളത്തിന് വലിയ നഷ്ടമുണ്ട്. അതേ ശൈലിയിൽ കോൺഗ്രസിന്റെ കേരള ശൈലി ഡൽഹിയില് KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടത്താൻ നോക്കിയതാണ് നമ്മളൊക്കെ തന്നെ കണ്ടത്. മറ്റൊരു അതായത് കേരളം പോലെ രാജ്യം മൊത്തം കോൺഗ്രസ് സകല വ്യവസായികളെയും സംരംഭകരെയും സകല ആളുകളെയും ഓടിക്കാനുള്ള ഒരു ശ്രമല്ലേ കോൺഗ്രസ് ഇന്ന് രാജ്യത്ത് നടത്തുന്നത്. എന്നാലും ചെറിയ വടി കൊടുത്ത് വലിയ വടി തന്നെയാണ് കോൺഗ്രസ് വാങ്ങിയിട്ടുള്ളത്. രാജ്യം മൊത്തം പൊതുജനം, രാജ്യത്തെ പൗരന്മാര് കോൺഗ്രസിനെതിരെ വളരെ വലിയ രീതിയിൽ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകള് AICC ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി എത്തുന്നിടത്തൊക്കെ തന്നെ കരിങ്കൊടി കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. രാജ്യത്തെ പൊതുജനം കോൺഗ്രസിന് എതിരെ വലിയ രീതിയിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ ഈ ഒരു വിഷയത്തിൽ പൊതുജനം കോൺഗ്രസിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ കോൺഗ്രസിനെ എതിർക്കുക തന്നെയാണ് ബോധമുള്ള സകല ആളുകളും ചെയ്യേണ്ടത്.